ഇത് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. ഇത് കൊള്ളാം, നല്ല ഒരു വെറൈറ്റി രുചി. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞത് ഉരുളൻകിഴങ്ങുണ്ട്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഉരുളൻകിഴങ്ങ്, അല്ലേ? അപ്പം നമുക്ക് ആ വ്യത്യസ്തമായ രീതിയിലുള്ള ഐറ്റം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം ചെത്തി കഴുകി വെള്ളത്തിനകത്തിട്ട, കാര്യം വെള്ളത്തിനകത്തിട്ടില്ലെങ്കിൽ ഇത് കറുത്തു പോകും. അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഈ ഒരു രീതിക്ക് ഒരുപാട് കനമൊന്നും കൂടല്ലേ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് അതെടുത്ത് വെള്ളത്തിനകത്തോട്ടിടാം. ഇപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. 2 ബാക്കിയുണ്ട്, അത് ഒട്ടിക്കട്ടെ. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. ഇതല്ലേ കളറുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുപ്പത്ത് കത്തിച്ച ശേഷം ഒരു പാൻ അങ്ങോട്ട് വെക്കാം. പാൻ ചൂടായ ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നിരത്തി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്കും വെള്ളം കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തരും. അതുകൊണ്ടാണ് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ. ഇങ്ങനെ നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈയാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് ഫ്രൈ. അപ്പോൾ ഈ 2 ഭാഗം ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം കേട്ടോ. അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ വേറെ ഈ ഒരു സമയത്ത് തന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടിയും കൊടുക്കും, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കത്തില്ല. ഉപ്പ് പൊടിയും കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇപ്പോൾ ഒരല്പസമയം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ പാത്രത്തിലിട്ട ഇനി നമ്മൾ വേറെ എണ്ണ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഒരല്പം ജീരകം, ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 2 കുടം വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്. ഇതൊന്ന് ചതച്ചെടുത്താണ്, തൊലി കളയാതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കി കൊടുക്കും. അപ്പം വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച മുളക് കേട്ടോ, 1-2 സ്പൂണ് ചതച്ച മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്തിരി കളറിന് വേണ്ടിയാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ചാട്ട് മസാലയാണ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത്. ഗരം മസാലയ്ക്ക് പകരം ഞാൻ ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. കാര്യം ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചാട്ട് മസാല ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതൊന്ന് ഇളക്കി നമുക്കൊരല്പം എണ്ണയോടെ ഇതിനകത്ത് ആവശ്യമുണ്ട്. കാര്യം ഉണങ്ങിയിരിക്കുകയാണ്. അല്പം എണ്ണയോടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇളക്കി. അപ്പോൾ തീയൊക്കെ ഒരു മീഡിയം രീതിയിലാണ് വെച്ചിരിക്കുന്നത്.
ഒരല്പം എരിവൂടെ വേണം കേട്ടോ. ഇത് ഓപ്ഷനാണ്. എന്നാന്നറിയാം, എരിവൊന്നും ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കൊടുക്കും. കാര്യം ഇത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ട് ചേർക്കുമ്പോൾ ഇച്ചിരി ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ഒരല്പസമയം കൂടെ അടുപ്പത്തിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ചാറ്റ് മസാല ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടുപ്പത്തിരിക്കുന്നതോറും ഇതൊക്കെ കറക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഇച്ചിരി കറുത്ത് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ അടുപ്പത്തിരുന്നാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ആയതിനു ശേഷം അടുപ്പം നിർത്തും. ഓക്കെ, പാത്രത്തോട് മാറ്റും. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചു, ഷംലയെ കാണുന്നില്ല. എവിടെ പോകാൻ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഒത്തിരി ദിവസമായില്ല നീ ഇവിടെ വന്നിട്ട്. അപ്പോൾ കയറി നിൽക്കുക. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്യാമറയ്ക്ക് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് തരുന്നതൊക്കെ ഷംല തന്നെയാണ്. ഏതായാലും ചാറ്റ് മസാല ഇട്ട് നമ്മളൊരു കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ചാറ്റ് മസാല ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോൾ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ്. കാര്യം നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സാധാരണ കിഴങ്ങും മെഴുക്കുവരട്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ അല്ലേ? ഇത് എങ്ങനെ ഉണ്ട് കഴിച്ചിട്ട്? സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. ഇത് കൊള്ളാം. നല്ല ഒരു വെറൈറ്റി രുചി ടേസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മളെല്ലാം എപ്പോഴും മസാലപ്പൊടി അതും ഇതൊക്കെ ഇട്ടല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ആ പൊടി കൂടി ഇട്ടപ്പോൾ ഇത് നമ്മൾ മസാലപ്പൊടിക്ക് പോലെ ചാറ്റ് മസാല, അതായത് നല്ലൊരു ടേസ്റ്റ്, നല്ല രുചിയുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ ചാറ്റ് മസാല ചേർത്ത് അങ്ങനെ ഐറ്റം അതിന് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ആ ചാറ്റ് മസാല ഇട്ട് വെറൈറ്റി ഒരു ഐറ്റം നിശ്ചയിച്ചാൽ നിന്നെ വയ്ക്കേ നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടപ്പെട്ടു. അല്ലേ ഇതാ പറഞ്ഞേ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടപ്പോഴത്തേക്കും കണ്ടു. ഒന്നും പറയാനില്ല. ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റങ്ങളൊന്നും ചേർക്കാതെ ഇച്ചിരി ചാറ്റ് മസാല മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ളത്. ഇതേപോലെ ഒരു കിഴങ്ങ് ഫ്രൈ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. കാര്യം ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചാറ്റ് മസാലയൊക്കെ ഇട്ട് ഇതുപോലെ ചെയ്തു നോക്കും. ഞങ്ങൾ പറഞ്ഞ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.